ബഹുമാനാദരവുകൾ നിറഞ്ഞ അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി മിത്രങ്ങളെ, കലാവസന്തങ്ങൾ പെയ്തിറങ്ങുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ദുർഭാഷിണി എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കട്ടെ. ദുർഭാഷിണി എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ദുർഭാഷികളിലൂടെ പലർക്കും പല ഉപകാരങ്ങളും പല ദോഷങ്ങളുമുണ്ട്. ദുർഭാഷിണികളിലൂടെ കുട്ടികൾക്ക് പലതും പല അറിവുകൾ നേടാനും പല ഉപയോഗങ്ങളുമുണ്ട്. അതിൽപ്പെട്ട ഒരു ഉപയോഗം നമുക്ക് പറയുകയാണെങ്കിൽ, കുട്ടികൾക്ക് വലിയ വലിയ അസുഖങ്ങളും മറ്റുമെല്ലാം ബാധിക്കുമ്പോൾ വീട്ടിലിരുന്ന് തന്നെ പഠന ക്ലാസ്സുകൾ അധ്യാപകർക്ക് ഈ ദുർഭാഷിണികളിൽ നിന്ന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദുർഭാഷിണി എന്നുള്ളത് പല സ്ഥാപനങ്ങളുടെ കീഴിൽ പല വിലക്കും പല വലുപ്പത്തിലും പല നിറങ്ങളിലും പല രൂപത്തിലുമായി നമുക്ക് ലഭിക്കും. ദുർഭാഷിണി എന്നുള്ളത് വെറും ഉപകാരം മാത്രമല്ല ഉണ്ടാക്കുന്നത്, അത് കുട്ടികളുടെ കണ്ണുകൾക്ക് ദോഷവും അതിലുപരി കുട്ടികളുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്നതുമാണ്. പണ്ട് കാലങ്ങളിൽ ദുർഭാഷിണി ഇല്ലായിരുന്നു. അന്നത്തെ കാലങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമെല്ലാം സ്നേഹത്തോടെയും ഐക്യത്തോടെയുമായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്തെ ദുർഭാഷിണികൾ വന്നതിന് ശേഷം ഓരോ മാധ്യമങ്ങളിലും ഓരോ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പലതും വിളിച്ചു പറയുകയും പലരുടെയും വഴിയിൽ പോവുകയും അതുവഴി പലർക്കും ദോഷങ്ങളുണ്ടാവുകയും ചെയ്യുന്നു. ദുർഭാഷിണി എന്നുള്ളത് നമ്മുടെ എല്ലാം കൈകളിലും നമ്മുടെ മാതാപിതാക്കന്മാരുടെ കൈകളിലുമുണ്ട്. ദുർഭാഷിണികളിൽ പലതും കണ്ടുകൊണ്ട് പലരും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും വെറുക്കുകയും അതിലുപരി ചതിക്കുഴികളിൽ പെട്ടുപോവുകയും ചെയ്യുന്നു. നാം അധിക വാർത്തകളിലും ദുർഭാഷിണി കൊണ്ടുള്ള ദോഷങ്ങൾ കേൾക്കാറുണ്ട്. ദുർഭാഷിണികൾ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പലരുടെയും കൈകളിൽ മുറിവുകളും പൊള്ളലുകളും ഏൽക്കാറുമുണ്ട്. അതുകൊണ്ട് നാം ദുർഭാഷിണികൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ജാഗരൂകരായിരിക്കണം. അതിൽ നമ്മൾ ദുർഭാഷിണികൾ ഉപയോഗിക്കേണ്ടത് കൃത്യസമയവും അതിലുപരി നാം കൃത്യമായ സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുമായിരിക്കണം. ദുർഭാഷിണികളിൽ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഉണ്ടാവും. പക്ഷെ നാം എല്ലാവരും ആവശ്യമുള്ളത് മാത്രമേ കാണാവൂ. അതിലുള്ളത് ദുർഭാഷിണിയുടെ ഒരു ഉപകാരമെന്ന് പറയുന്നത് നമുക്ക് പുറം ലോകത്തെക്കുറിച്ചും പുറം സംസ്ഥാനങ്ങളെ പറ്റിയും എല്ലാം അറിയാൻ സാധിക്കും വാർത്തകളിലൂടെ. അതുകൊണ്ട് നാം എല്ലാവരും ദുർഭാഷിണി എന്നുള്ളത് നല്ലതിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. നന്ദി, നമസ്കാരം.